പതിവ് പോലെ പാലക്കാട് കോട്ടമൈതാനിലാണ് ന്യൂസ് മലയാളം ടീം ഉള്ളത്. ഇന്നേക്കൊരു 30 ദിവസമെങ്കിലുമായി, ഒരു മാസത്തോളമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആകെ 4 ദിവസം മാത്രമേ ഉള്ളൂ. 4 ദിവസം ഇല്ല, 4ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. പാലക്കാട്ട് എല്ലാവരും അങ്ങേയറ്റം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ. ഇവിടെ ന്യൂസ് മലയാളം ടീം സകലമാന ഇടങ്ങളിലേക്കും ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലേക്കും ചെന്നെത്തിയിട്ട് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കാനുള്ള തിരക്കിൽ തന്നെയാണ് എല്ലാവരും. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട്ട് ഇന്ന് മുഖ്യമന്ത്രിയുണ്ട്. ഇന്നും നാളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സരിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിലാണ് പലയിടങ്ങളിലായിട്ട്. ഇന്ന് 3 പരിപാടി അദ്ദേഹത്തിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. നാളെയും 3 പരിപാടികൾ, അങ്ങനെ 6 പരിപാടികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ മണ്ഡലത്തിലാകെയുള്ളത്. കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ UDF വേണ്ടി രംഗത്തുണ്ട്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ നിരന്തരമായിട്ട് സകലമാന സ്ഥലങ്ങളിലേക്കും അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും എല്ലാം പോയി പ്രചാരണം. അങ്ങനെ പാലക്കാടിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം. വരും ദിവസങ്ങളിൽ ഈ പറയുന്ന 4ാമത്തെ ദിവസം 20-ാം തീയതി ഇവിടുത്തെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. 18-ാം തീയതി, ഇപ്പോൾ 16-ാം തീയതിയാണ്, 17, 18 നാൾ മറ്റന്നാൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടിക്കലാശം പരിപാടി നടക്കും. ഞങ്ങളുടെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രസാദും ആൽവിനും സരീഷും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. പ്രസാദ്, ഇന്നൊക്കെ നിർണായകമായ ദിവസങ്ങളാണല്ലേ, ഇന്നും നാളെയും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വന്ന് ഈ പുതിയ രാഷ്ട്രീയ സംഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കൂടിയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി ശ്രമിക്കുക, അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി നേരത്തെ നിശ്ചയിച്ചാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് നീട്ടിയതുകൊണ്ടാണ് അവസാന ദിവസത്തേക്ക് മുഖ്യമന്ത്രി എന്നുള്ളത്. 2 ദിവസത്തേക്കാണ്. ഇന്നിപ്പം രാവിലെ ടൗണിൽ തന്നെയാണ്, മേപ്പറമ്പിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 5 മണിക്കും പിന്നീട് 6 മണിക്കുമാണ്. ഒന്ന് മാത്തൂരും കൊടുന്തുരപ്പള്ളിയിലും ഇവിടെ തന്നെ ഉള്ളതാണ്. എന്തായാലും ഈ ക്യാമ്പുകളെല്ലാം വളരെ സജീവമായി എന്നുള്ളതാണ്. ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ഷാർപ്നെസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം നിൽക്കുന്നത് ഇരട്ട വോട്ടാണ്. ഇരട്ട വോട്ട് എല്ലാവരും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആദ്യം ഉന്നയിച്ചത്. BJPയും കോൺഗ്രസും വലിയ തോതിൽ ഇരട്ട വോട്ട് ചേർക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് തന്നെ അദ്ദേഹത്തിൻ്റെ നാട് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിലും പാലക്കാടും അദ്ദേഹത്തിന് വോട്ടുണ്ടെന്ന് പറയുന്നു. തിരിച്ച് കോൺഗ്രസിലും ഇതേപോലെ കോൺഗ്രസിന്റെ കുറേ ആളുകൾ ഇരട്ട വോട്ട് ചേർത്തു എന്നുള്ള ആരോപണം. അതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ ദിവസങ്ങളല്ലേ. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നുന്നു സരിനത് വളരെ ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു, അല്ലേ? സരിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്, നേരത്തെ സരിന് വോട്ട് ഒറ്റപ്പാലത്തായിരുന്നു. അപ്പോൾ സരിന് എങ്ങനെയാണ് പെട്ടെന്ന് പാലക്കാട് വോട്ട് വന്നതെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം ഇതിനു വേണ്ടി സരിൻ പിന്നെ കള്ളവോട്ട് ചേർത്തതാണ് അവരുടെ ആരോപണം. ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ അതിനുവേണ്ടി വിശദീകരിച്ചത് സരിനും, എടുത്തു പറയേണ്ടത് സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യയും കൂടിയാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ സൗമ്യയെ പ്രകോപിപ്പിച്ചത്, സൗമ്യ നേരത്തെ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം പറയാനില്ല എന്നുള്ളതാണ്. അപ്പം സൗമ്യ എന്നാലും രാഷ്ട്രീയമല്ല പറഞ്ഞത്. സൗമ്യ എന്നാണ് ആ വീട് മേടിച്ചത്, 2018 മേടിച്ച വീടാണ്, അത് വായ്പ എടുത്ത് മേടിച്ചതാണ്. അങ്ങനെയാണ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് ഞാൻ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നത് എന്നെ വൈകാരികമായി അവർക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിശദീകരണം. അത് ഇടത് ക്യാമ്പിൽ ഒരല്പം ആവേശം ഉണ്ടാക്കി, സന്തോഷം ഉണ്ടാക്കി. കാരണം അവർ വളരെ വ്യക്തമായിട്ട് വന്ന് വിശദീകരിച്ചു. ഇവിടെ UDF ക്യാമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടാകും, അല്ലേ? അത് ചേലക്കര വയനാട് കഴിഞ്ഞ ശേഷം KPCC നേതാക്കളോട് ഇങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ KPCC അധ്യക്ഷനുണ്ട്, VD സതീശൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ദീപാദാസ് മുൻഷി AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള പുള്ളിക്കാരി അദ്ദേഹമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ വളരെ സജീവമായി കുടുംബ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരത്തിനുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് മറ്റ് നേതാക്കൾ, MP-മാരടക്കം, നിരവധി MP-മാരടക്കം ഉള്ള ആളുകൾ ഇവിടെ കോൺഗ്രസ് ക്യാമ്പിൽ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം കുടുംബ യോഗങ്ങളാണ് വൈകുന്നേരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത്. രാവിലെ സ്ഥാനാർത്ഥി മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി ആദ്യം ഗൃഹസമ്പർക്ക പരിപാടികളൊക്കെ നടത്തി അതിനുശേഷം ഈ പര്യടന പരിപാടിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അതിൻ്റെ ഒരു പരിപാടി ഉള്ളത്. ഇന്ന് ടൗൺ കേന്ദ്രീകരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രധാന പ്രചാരണ പരിപാടികളൊക്കെയും ഉള്ളത്. ഇന്നലെ നമ്മൾ കൽപ്പാത്തിലൊക്കെ പോയപ്പോൾ എല്ലായ്പ്പോഴും രാഹുലിന് ഒറ്റയ്ക്ക് കിട്ടാൻ പാടാണ്. ഷാഫി കൂടെ ഉണ്ടല്ലേ? അതെ, ഷാഫി ഒരു ഇലക്ഷൻ മാനേജർ എന്ന നിലയിൽ കൂടെ ഫുൾ ടൈം ഉണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും പ്രതിപക്ഷ നേതാവിൽ നിന്ന് ലഭിച്ച് അവിടുന്ന് 2ാമത്തെ ഒരാൾ, 3ാമത്തെ ഒരാൾ, അങ്ങനെയാണ് അവരുടെ ഒരു ഫോർമാറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കോൺഗ്രസിൻ്റെ ക്യാമ്പ് വളരെ സജീവമായി തന്നെ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെ, പിന്നെ ഈ ഇരട്ട വോട്ട് വിഷയത്തിലാണെങ്കിലും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ സരിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു. 6 മാസം എങ്കിലും വേണം ഒരു മണ്ഡലത്തിൽ വോട്ട് ചേർക്കണമെങ്കിൽ, പക്ഷേ അത് 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത്തരം ആരോപണങ്ങളൊക്കെയാണ് സരിനെതിരെ. അതിന് ഇന്നലെ കൃത്യമായ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിലൊക്കെ വളരെ സജീവമായ ചർച്ചയുമായി UDF ക്യാമ്പ് സജീവമായി തന്നെ പോകുന്നു. അതാണ് ഇന്നലെ നമ്മൾ സരീഷ് നമ്മളവിടെ കൽപ്പാത്തിയിൽ പോയപ്പോൾ അവിടെ BJP നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്കൊന്ന് എല്ലാവരും വന്നു. ഞാനുള്ളപ്പോൾ കണ്ടത് അവിടെ MT രമേശും കൃഷ്ണകുമാർ അവിടെ ഉണ്ടായിരുന്നു, മറ്റു നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. BJPയും സജീവമാണല്ലേ. പക്ഷേ BJP എനിക്ക് തോന്നുന്നു UDF LDF രീതിയിലുള്ള അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുള്ള പ്രചാരണം അല്ല അവർ നടത്തുന്നത്, അല്ലേ? അവർ തൃശ്ശൂരിലെ
തന്ത്രമാണ് ഇവിടെ തൃശ്ശൂർ നടപ്പാക്കുന്നത്. വിജയിച്ച അവർ ഉള്ളിലേക്ക് കൂഴ്ന്നിറങ്ങിയിട്ടാണ് അവരുടെ പ്രചാരണം അല്ലേ? തൃശ്ശൂരിൽ അതേ തന്ത്രം, അതായത് ഗ്രൗണ്ട് വർക്ക് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം കൺവെൻഷനുകളിൽ വരുന്നത് BJP പ്രവർത്തകരാണ്. ഈ പ്രവർത്തകർ എന്തായാലും വോട്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ചാടി നിൽക്കുന്ന ആളുകളെ, അതോടൊപ്പം അനുഭാവമുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രൗണ്ട് വർക്ക്. സ്ഥാനാർത്ഥി ഒരു തരത്തിൽ പോലും റോഡ് ഷോ, വലിയ രീതിയിലുള്ള ഈ പറയുന്ന പോലെ വലിയ കൊട്ടിക്കല ഒന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായി ആദ്യ ദിവസം മുതൽ ബൂത്തുകളിലേക്ക് പോവുക, വോട്ടർമാരെ നേരിട്ട് കാണുക, വീടുകൾ കയറുക, ഇതായിരുന്നു BJPയുടെ തീരുമാനം. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ മാത്രമാണ്, ഒരു പക്ഷേ 5 മണിക്ക് ശേഷം മാത്രമാണ് വീടുകൾ കയറുന്നതിന് പകരം കോർണർ മീറ്റിങ്ങുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അദ്ദേഹം വാഹനത്തിലേക്ക് കയറുകയും ഒരു പ്രചാരണ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത്. നേതാക്കളെ എത്തിച്ചതും കൃത്യമായി ഇത്തരത്തിൽ കുമ്മനം രാജശേഖരനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, BK കൃഷ്ണദാസ്, N രാധാകൃഷ്ണൻ, അങ്ങനെ എല്ലാ നേതാക്കളെയും എത്തിക്കുന്നത് ഈ കുടുംബയോഗങ്ങളിലേക്കാണ്. അങ്ങനെ കൃത്യമായി, അതായത് എവിടെയാണോ വോട്ട് ബാങ്ക് ഉള്ളത് അവിടേക്ക് കൊണ്ടുപോകുക. അതായത് ബ്രാഹ്മണ ഏരിയയിലേക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഈ ശ്രീധരൻ ഉൾപ്പെടെ കൊണ്ടുവരികയാണ്. കുമ്മനം രാജശേഖരൻ ആ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെയാണോ ഹോൾഡ് ഉള്ളത് ആ മേഖലയിൽ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും വിവാദമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ആയിരുന്നു. ശോഭാ സുരേന്ദ്രൻ യോഗങ്ങൾ പങ്കെടുക്കുന്നു. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും തമ്മിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷേ K സുരേന്ദ്രൻ ഓടിച്ച ട്രാക്ടറിലേക്ക് ശോഭാ സുരേന്ദ്രനെ കയറ്റുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ. അതായത് ഇതൊരു വലിയ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് എന്നത്. ഓരോ ദിവസവും ഈ ത്രികോണ മത്സരത്തിൻ്റെ 3 ഭാഗത്തെയും ശക്തി കൂടുക എന്നതല്ലാതെ കുറയുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് മുൻതൂക്കമുണ്ട്, അവരാണ് ജയിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ നിശ്ചയമായിട്ട് ഇവിടെ പാലക്കാട് നിന്ന് വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇക്കാര്യം ആവർത്തിച്ച് പറയാതിരിക്കുക വയ്യ. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ്. ആരാണ് ജയിക്കുക എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള, ആരും ജയിക്കാം ആരും പരാജയപ്പെടാൻ എന്താണെന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാടാണ്. നമുക്കറിയാം കോട്ട മൈതാനത്ത് ഇവിടെ എല്ലാ ദിവസത്തെയും എന്ന പോലെ ഇവിടെ കുട്ടികളെല്ലാം അവരുടെ ഡെയിലി എക്സസൈസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, നമുക്കറിയാം കോട്ട മൈതാനി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പരിചിതമാണ് കേരളത്തിലെ ആളുകൾക്കെല്ലാം. എല്ലാ ദിവസവും രാവിലെ ഈ സമയത്ത് ഇവിടെ ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും. മുതിർന്നവരും കുട്ടികളുമൊക്കെ ഇവിടെ വരികയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ നടത്തുന്നത് നിശ്ചയമായിട്ടും നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യ ദിവസങ്ങളിൽ അല്പം ഡിസ്റ്റൻസ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന മട്ടിൽ നിസ്സംഗമായിട്ട് നിന്ന ആളുകളടക്കം ഇപ്പോൾ പക്ഷേ ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോട് സംസാരിച്ചാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും എന്നാണ് അതിൻ്റെ കാര്യം. പ്രസാദ്, എനിക്ക് തോന്നുന്നത് ഈ അവസാനമാകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് മുറുകി വരിക ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് ഒന്ന് ചേലക്കരയും വയനാടും കഴിഞ്ഞതോടുകൂടി നേതാക്കളെല്ലാം കൂടുതലായിട്ട് ഇങ്ങോട്ട് വരിക. എനിക്ക് തോന്നുന്നു ഇന്നലെ ആ കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ വന്നതിൽ ഒരു വലിയ പങ്ക് ആളുകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ? ഇപ്പം ഈ ചേലക്കരയും വയനാടും കഴിഞ്ഞപ്പം ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ 3 മണ്ഡലങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെച്ചത് ചേലക്കരയും പാലക്കാടും തന്നെയായിരുന്നു. ചേലക്കരയിൽ അവരുടെ ഒരു ദൗത്യം പൂർത്തിയായി എന്നാണ് നമ്മൾ ആഷ്ടനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇനി അത് VD സതീശൻ നടത്തിയത്. അപ്പോൾ ഇനിയിപ്പം പാലക്കാടാണ് അവരെ സംബന്ധിച്ചത്. അപ്പോൾ സർവ്വതന്ത്രവും അവരെ സംബന്ധിച്ചിടത്തോളം UDF കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 3 ടൈമായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ പോലും അപ്പുറത്ത് BJPയും അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർ സരിനെ മികച്ച രീതിയിൽ അവർ അവതരിപ്പിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. BJPയും അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നേരത്തെ സനീഷ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ത്രികോണ മത്സരം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഓരോ ദിവസവും വിഷയങ്ങൾ മാറി മാറി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ UDFനകത്ത് ഏറ്റവും കൂടുതലൊരു ഐക്യം ഉണ്ടാകുക, ആലും എനിക്ക് തോന്നുന്നു ഐക്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതായത് ഇപ്പോൾ ഷാഫി രാഹുലിനെ കൊണ്ടു നടക്കുന്നു എന്ന് കാണുമ്പോൾ പുറത്ത് നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കാൻ വന്ന ആളുകൾക്ക് ഇത് ഷാഫിയുടെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണിത്. പക്ഷേ ഷാഫിക്കൊപ്പം മറ്റുള്ളവർ നിൽക്കും, അത് ഷാഫിൻ്റെ കാര്യമാണ് എന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു UDFനകത്തൊരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെയില്ല അല്ലേ? നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കത്തൊക്കെ വന്ന് പുറത്ത് വന്ന സമയത്ത് അതിനകത്തൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിൻ്റെ ഒരു വിമത സ്വരമായിരുന്നു നമുക്ക് ആ കത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ പറയാം. പക്ഷേ അതിനുശേഷം ഈ പെട്ടി വിവാദം വന്നപ്പോൾ, റെയ്ഡ് വന്നപ്പോൾ അത് ഒറ്റക്കെട്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ വിവാദവും പെട്ടിക്കത്തങ്ങ് കൂടി. അങ്ങനെ കോൺഗ്രസ് വളരെ ശക്തമായ അവരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി LDF ലെഫ്റ്റിൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് ഗുണമായി, അനുകൂലമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. വലിയ തോതിൽ അവർ ആ രീതിയിൽ വരുന്നുണ്ട്. അതിപ്പം അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ ഇതിനൊന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു ഡ്രാമയാണെന്നുള്ള ആരോപണം വേറെ രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളോട് നമ്മുടെ ഇലക്ഷൻ ബസ്സിൽ കയറിയപ്പോൾ DYFക്കാർ പറഞ്ഞത് അവരുടെ അകത്തു നിന്ന് തന്നെയാണ് ആ വാർത്ത കിട്ടിയെന്നാണ്, വിവരം കിട്ടിയെന്നാണ്. എന്ന് വെച്ചാൽ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ അകത്ത് വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ വാർത്ത തന്നെ പുറത്തു വന്നതെന്നാണ്. അല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യോജിപ്പുണ്ടാകാൻ ഒരു കാരണമായി എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണ പരിപാടികളൊക്കെ വളരെ ശക്തമായിട്ട് നേതാക്കളും പ്രവർത്തകരും ഒക്കെ കൃത്യമായി ഈ പറഞ്ഞത് 5ാം റൗണ്ട് വീട് കയറുകയാണ്.
അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു വീട് കയറ്റമില്ല, 5-ാം റൗണ്ട് വീട് കയറുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പം ഈ ചേലക്കരയിൽ 4 റൗണ്ട് വീട് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രവർത്തനം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് പ്രതിപക്ഷ നേതാവിൻ്റെ മേൽനോട്ടത്തിൽ വരുന്ന ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് അത് ഇന്നലെ അദ്ദേഹം നമ്മോട് തന്നെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. തൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ജയപരാജയങ്ങൾ എന്നുള്ളത്. ജയിച്ചാലും തോറ്റാലും. അദ്ദേഹത്തോട് ഇലക്ഷനെ പറ്റി ചോദിക്കാം. എന്താണ് ഇലക്ഷൻ്റെ സ്ഥിതി? ഇലക്ഷൻ്റെ സ്ഥിതി സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കണമെന്നുള്ള കോൺഗ്രസ്സുകാരൻ തന്നെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടോ? ഒന്നും ബാധിച്ചിട്ടേ ഇല്ല. വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF ഇതുപോലെ ഉള്ള ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അപ്പുറത്ത് സരിൻ നല്ല സ്ഥാനാർത്ഥിയായി മാറിയല്ലോ. പോരാത്തിന് BJPയും അത്യാവശ്യം നല്ല ശക്തമായിട്ട് മത്സരിക്കുന്നു. BJP 2ാം സ്ഥാനത്തുള്ള സ്ഥലമാണ്. അപ്പോൾ C. കൃഷ്ണകുമാറും സരിനും അപ്പുറത്ത് നല്ല മത്സരമാണ്. ഓക്കെ, നല്ല മത്സരമാണ്, എല്ലായിടും നല്ല മത്സരമാണ് നടക്കുന്നത്. എങ്കിലും ഇവിടെ ആധിപത്യം ഞങ്ങൾ വീട് കയറിയതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ പ്രചരണത്തിന് നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ. നല്ല സമയം കിട്ടില്ല. എത്ര തവണ വീട് കയറി? വീട് എല്ലാവരും ഇപ്പോൾ ഓരോ സൈസിലെ ഓരോ പഞ്ചായത്തുകൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് കയറിക്കൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീട് കയറി വോട്ട് ചോദിക്കുന്നുണ്ടോ? നേതാക്കന്മാരെല്ലാം സജീവമാണല്ലോ ഇവിടെ. വീട് കയറി ചോദിക്കുന്നുണ്ടോ? അടൂർ പ്രകാശ് MP എന്ന് പറയുന്നത് വളരെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പേരെടുത്ത് പറയേണ്ട അടൂർ പ്രകാശിൻ്റെ ഒരു സാന്നിധ്യം അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതലേ ഉണ്ട്. അദ്ദേഹമാണ് ഇവിടെ ഇൻചാർജ്. പിന്നെ ബാക്കിയുള്ള MP-മാർ MLA-മാർ ഇൻ കേസ് പഞ്ചായത്ത് മെമ്പർമാർ വരെ ആണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വാർഡിലെ മെമ്പർ, പിന്നെ DCCയുടെ ഭാരവാഹികൾ, പിന്നെ അതുപോലെ അടൂർ നിയോജക മണ്ഡലം UDF. എത്ര ഭൂരിപക്ഷം കിട്ടും? ഭൂരിപക്ഷം എന്തായാലും എൻ്റെ കണക്കുള്ള ഒരു 20 ഒക്കെ ആവുന്ന പ്രതീക്ഷ. രാഹുൽ പുറത്തുനിന്നുള്ള ആളല്ലേ, എത്ര കിട്ടുമോ? പുറത്തു നിന്നുള്ള ആളല്ല ഇവിടെ വിഷയം. ഇവിടെ ജനാധിപത്യ ചേരി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാട്ടം, അതാണ് ഇവിടുത്തെ ഒരു എയിം. അല്ലാതെ പുറത്തുനിന്ന് വന്നോ അകത്തുനിന്ന് വന്നോ. കേരളത്തിലെ പലയിടങ്ങളിലും മത്സരിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് വന്നവരാണല്ലോ. BJP പക്ഷേ വളരെ ഉള്ളിൽ കൂടെ നല്ല പ്രചരണം നടക്കുന്നുണ്ട്. BJPയുടെ പ്രവർത്തനം നമ്മൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അവരും പ്രവർത്തിക്കുന്നു, എല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിലൂടെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി, താങ്ക് യു. നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ പ്രഷറൊക്കെ ചെലുത്താവുന്ന ഒരു സമയമാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും BJPയും UDFും LDFും അതിശക്തമായിട്ട് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇവിടെയും അതൊരു വിഷയമാണ്. ഈ വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം നൽകിയത് ഒരു വിഷയമാണ്. ഇന്ന് മുഖ്യമന്ത്രി അത് ഉന്നയിക്കുമായിരിക്കും, പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുമായിരിക്കും. BJPക്ക് പക്ഷേ അവർക്ക് അവരുടേതായ മറുപടികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ SDRFലേക്ക് നേരത്തെ കൊടുത്ത തുക ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ബെയിലി പാലം, ഈ ദുരന്തം നടന്ന ഉടനെ തന്നെ ഈ സംഘമെല്ലാം വന്നിട്ട് കാര്യങ്ങൾ ചെയ്തത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കേരളത്തോട് അങ്ങനെയൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, കേരളത്തെ ഇനിയും സഹായിക്കാൻ തയ്യാറാണ് എന്ന അഭിപ്രായം നിശ്ചയമായിട്ടും BJP നേതാക്കളും പറയും. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് തന്നെയായിരിക്കില്ലേ നമ്മൾ പ്രധാനമായിട്ടും കേൾക്കാൻ പോകുന്ന രാഷ്ട്രീയ വിഷയം? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഇത് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് BJPക്ക് ശക്തിയുള്ളൊരു കേന്ദ്രത്തിൽ ഒരു വയനാട് പോലുള്ള ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് കേന്ദ്ര സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ വിഷയമാക്കും. ഇന്നലെ ഇപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ LDFും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഇതൊരു വലിയ വീഴ്ചയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് വരും ദിവസങ്ങളിൽ ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി അത് രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരിക്കും പറയുക. കാരണം സ്വാഭാവികമായും BJPക്ക് മറുപടി പറയേണ്ടി വരും. ഇനി ഇത്രയും വലിയ ദുരന്തം നടന്ന് ഇത്രയും ആളുകൾ മരിച്ചിട്ട് എന്തുകൊണ്ട് വൈകുന്നു? അവർ പറയുന്ന SDRFിൽ ഫണ്ടുണ്ട് എന്നുള്ള. SDRFിൻ്റെ ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ നിബന്ധന ഒരിക്കലും ഈ ഒരു ദുരന്തത്തിൽ അതിൻ്റെ ഒരു പുനരധിവാസത്തിനൊന്നും പറ്റില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ BJP സംസ്ഥാന നേതൃത്വം കൂടി ഇത് പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു BJPയുടെ ഒരു വിശദീകരണം വരുമോ? ഇതിപ്പോൾ ഒരു ഇലക്ഷൻ സമയമായതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള പ്രതീക്ഷയുണ്ടോ? ഇല്ല, അവരെന്തായാലും ഇന്ന് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇനി മുഖ്യമന്ത്രി കൂടി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ പക്ഷം എന്ന് ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. 11:30 PK കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടൊപ്പം സുരേന്ദ്രൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി അല്പസമയത്തിനകം ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുതിയ ആരോപണങ്ങൾ, അതോ ഇനി സരിന് മറുപടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഝാൻസിയിൽ ആശുപത്രിയിൽ ദുരന്തമുണ്ടായിട്ട് 10 കുഞ്ഞുങ്ങൾ മരിച്ചതടക്കമുള്ള വലിയ വാർത്തകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഈ ദിവസം നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. പക്ഷേ ഇവിടെ പാലക്കാട് നിന്ന് കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളും വിവരങ്ങളുമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വരാനുള്ളത്. അതിൽ തന്നെയും നേരത്തെ സരീഷും പ്രസാദും ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ
വയനാട് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം നൽകാനാവുകയില്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തതിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് പ്രധാനമായിട്ടും വരാനുള്ളത്. അത് BJPയുടെ വിശദീകരണം ആ ഭാഗത്തു നിന്ന് വരും, UDFിൻ്റെയും LDFിൻ്റെയും എതിർ പ്രതികരണങ്ങൾ ആ ഭാഗത്തു നിന്ന് വരും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ സംസാരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ 3 പരിപാടികൾ, ആ 3 പരിപാടികളിലും ഇതൊഴികെ മറ്റെന്തൊക്കെ വിഷയങ്ങൾ, ഇതിന് പുറമെ മറ്റെന്തൊക്കെ വിഷയങ്ങൾ കൂടെ വരുമെന്നാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ കാക്കുന്നത്. ഏതായാലും ഇനി ഓരോ നിമിഷത്തെയും രാഷ്ട്രീയ വിഷയങ്ങൾ സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം ടീം അതാത് സ്ഥലങ്ങളിലേക്ക്, ഉൾഭാഗങ്ങളിലേക്ക് പോവുകയാണ്, രാഷ്ട്രീയം സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുകയാണ്. അതുവരെ ബാക്ക് ടു സ്റ്റുഡിയോ.